അവർക്കൊരാവശ്യം വന്നാൽ അവർക്കിന്നൊരു നാഥനുണ്ട്, ഈ ജനതയ്ക്കൊരു നാഥനുണ്ട്. നമ്മുടെ ഈ സംഭരണം എടുത്ത് മാറ്റപ്പെടുകയും ഈ പകുതി സീറ്റ് 100-ൽ 50 സീറ്റ് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനും കൂടെ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. 9 ലക്ഷം ജനം 10-11 മണ്ഡലങ്ങളിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയാണ് ഈ സഭ. വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. CSI സഭയുടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായി നിയുക്തനായ ഡോക്ടർ ടി പ്രവീൺ. സ്വാഗതം. സ്വാഗതം. വലിയൊരു ഉത്തരവാദിത്വവും ദൗത്യവും ആധികാരികമായി അങ്ങേ സഭ, പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹാ ഇടവക ഏൽപ്പിച്ചു തരികയാണ്. ഒരു വലിയ ഉത്തരവാദിത്വമാണ്. 9 ലക്ഷത്തിലധികം വരുന്ന സഭാംഗങ്ങൾ, അത്രയും പേരുടെ റെപ്രസെൻറ്റേറ്റീവായി ലീഡർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് ആ ദൗത്യത്തെ കാണുന്നത്, മുന്നോട്ടുള്ള പ്രയാണം എന്നത്? ഇന്ന് ഈ ദൗത്യത്തെ കാണണമെങ്കിൽ ദക്ഷിണ കേരള മഹാ ഇടവക എന്താണെന്ന് അറിയണം. നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ, എല്ലാ ഡിനോമിനേഷൻ സഭകളും പരിശോധിച്ചാൽ, അതായത് രൂപതകൾ പരിശോധിച്ചാൽ, RC ആവട്ടെ, LC ആവട്ടെ, CSI ആവട്ടെ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ആവട്ടെ, യാക്കോബയ ചർച്ച ആവട്ടെ, രൂപതകളിൽ ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും സഭകളുള്ള, ഇത്രയും മിഷണറി പ്രവർത്തനങ്ങളുള്ള മറ്റൊരു സഭ, രൂപത, ഒരു ഡയസിസ് എന്ന് പറയും, ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ സഭകളുള്ള ഈ രൂപത, ഈ ഡയസിസിനെ ഭരിക്കുക അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. കാരണം എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുണ്ട്. ഏകദേശം 600ഓളം പുരോഹിത ശ്രേഷ്ഠരുണ്ട്. അവർക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലുപരി മലയോര മേഖലയിൽ താമസിക്കുന്ന ഒട്ടനവധി പാവപ്പെട്ടവർ, നിർധനർ, അവലംബഹീനരുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ശ്രമകരമാണ്. അതിനേക്കാൾ ഏറ്റവും വിഷമകരമായിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നത്, 1907 ഈ SIUC ജനത, അതായത് CSI തെക്കൻ കേരളത്തിലെ ഈ പ്രബല ജനത, നാടാർ സമുദായത്തിലെയും ദളിത് കൺവേർട്ടഡ് ക്രിസ്ത്യൻസും, അത് വളരെ കുറച്ചാണെങ്കിലും അവർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ ഈ SIUC ജനത എന്ന് പറയുന്ന ജനത രൂപപ്പെട്ട 1907. 1907 ഇത് രൂപപ്പെട്ടതിന് ശേഷം ബുദ്ധിവൈഭവത്തിൽ മറ്റുള്ളവരോളം നിൽക്കുവാൻ കരുത്തില്ല എന്ന് കരുതിക്കൊണ്ട് അന്നത്തെ മഹാരാജാക്കന്മാർ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടും നമുക്ക് സംഭരണം നൽകി നമ്മളെ ആദരിച്ചിരുന്നു. പിന്നത്തേതിൽ അത് ജനാധിപത്യ സംസ്ഥാന കേരളമായപ്പോഴും 1956 ജനാനുപാതിക ക്രമപ്രകാരം തെക്കൻ കേരളത്തിൽ SIUC വിഭാഗം ഒരു പ്രത്യേക വിഭാഗമാണെന്നും ഇവർക്ക് സംഭരണ ആനുകൂല്യം അവരുടെ അവകാശമാണെന്നും കരുതിക്കൊണ്ട് ജനാധിപത്യ സംസ്ഥാനം നമുക്ക് സംഭരണം നൽകിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ സംഭരണവും നൽകിയിരുന്നു, ഉദ്യോഗ സംഭരണവും നമുക്ക് നൽകപ്പെട്ടിരുന്നു. ഈ 2 സംഭരണത്തിനും അടിസ്ഥാനപ്പെട്ടത് കൊണ്ടാണ് സമൂഹത്തിൻ്റെ ഉന്നതികളിൽ നമ്മുടെ തലമുറയ്ക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വളർന്നു, നമ്മുടെ സഭ വളർന്നു, നമ്മുടെ ജനത വളർന്നു, നമ്മുടെ മക്കൾ വളർന്നു, നമ്മുടെ സഭ ഇതര സ്ഥാപനങ്ങൾ വളർന്നു. അതിലൊരു സ്ഥാപനമാണ് ദക്ഷിണേന്ത്യ സഭയിൽ. ദക്ഷിണേന്ത്യ സഭ എന്ന് പറഞ്ഞാൽ 5 സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന 24 മഹാ ഇടവകയിൽ ഒരേ ഒരു മെഡിക്കൽ കോളേജിൽ തെക്കൻ കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു, നിർമ്മിക്കുവാൻ സാധിച്ചു. ആ മെഡിക്കൽ കോളേജിൽ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നൽകപ്പെട്ടിരുന്ന സംഭരണം ഇങ്ങനെയായിരുന്നു: 100 സീറ്റിൽ 50 സീറ്റ് ഓപ്പൺ മെറിറ്റും 50 സീറ്റ് CSI പള്ളിക്കാരൻ, നാടാർ വിഭാഗത്തിൽ SIUC കമ്മ്യൂണിറ്റി സീറ്റായിട്ട് നൽകപ്പെട്ടിരുന്നു. അതുകൊണ്ട് 2002 മുതൽ 2018 വരെ ഏകദേശം 900 പേരോളം, 800-900 പേരോളം സമുദായത്തിൽ നിന്നുള്ള 900 ഡോക്ടർമാരുണ്ടായി. അത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചറിയാം. കൊല്ലം ഡിസ്ട്രിക്റ്റ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് വരെയുള്ള ഗവൺമെൻറ് ആശുപത്രികൾ നോക്കിയാൽ നമ്മുടെ സമുദായത്തിലുള്ള SIUC വിഭാഗക്കാരനൊരു ഡോക്ടർ കാണും, അല്ലെങ്കിൽ SIUC വിഭാഗക്കാരനൊരു നേഴ്സ് കാണും. അതിന് കാരണം അധികാരവർഗം നമുക്ക് നൽകിയ നമ്മുടെ വസ്തു, നമ്മുടെ സ്വത്ത്, നമ്മുടെ കെട്ടിടം, നമ്മുടെ മാനേജ്മെൻറ്റിലുള്ള നമ്മുടെ സ്ഥാപനം നമുക്ക് ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട്, നിർമ്മിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ 2018 നമ്മുടേതല്ലാത്ത കാരണത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് നമ്മുടെ ജനതയ്ക്കുണ്ടായ ഏറ്റവും വലിയ വിപത്ത്, ഒരു കേസ് കോടതി വിധി വന്നാൽ ഒന്നുകിൽ നമ്മൾ വാദിയാകണം, അല്ലെങ്കിൽ നമ്മൾ പ്രതിയാകണം. നമ്മൾ വാദിയുമല്ല, നമ്മുടെ ജനത, CSI ജനത വാദിയുമല്ല പ്രതിയുമല്ലാത്തൊരു കേസിൽ, ഏതോ മുസ്ലിം സമുദായത്തിൻ്റെ മൈനോറിറ്റി ഇഷ്യൂ കേസിൽ അന്നുള്ള ഒരു ഗവൺമെൻറ്, ഞാൻ മനസ്സിലാക്കുന്നത് അന്നുള്ള ഒരു ഗവൺമെൻറ് റിപ്പോർട്ട്, കോടതി ഗവൺമെൻറ് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ
ഗവൺമെന്റ് റിപ്പോർട്ടിൽ മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിന്റെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കൂടെ ഒരു പാരഗ്രാഫ് എഴുതി കൊടുക്കുകയും കോടതി വിധി നമ്മൾ ഭാഗഭേദമല്ലാത്ത കേസ്, നമ്മൾ ഉൾപ്പെട്ടില്ലാത്ത കേസിൽ നമ്മുടെ ഈ സംഭരണം എടുത്ത് മാറ്റപ്പെടുകയും ഈ പകുതി സീറ്റ് 100-ൽ 50 സീറ്റ് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനും കൂടെ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ വസ്തുവിലുള്ള നമ്മുടെ കോളേജ്, നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കണ്ണീരിന്റെ ഫലത്തിൽ, കാണിക്കയുടെ ഫലത്തിൽ ഉണ്ടാക്കിയെടുത്ത കോളേജിൽ നമ്മുടെ തലമുറയ്ക്ക് പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥയായി. കമ്മ്യൂണിറ്റി മെറിറ്റ് വിഭജിക്കപ്പെട്ടു പോയി. കാരണം സുറിയാനി ക്രിസ്ത്യാനികൾ, അവരെ തെറ്റ് പറയുന്നില്ല, അത് യാക്കോബയ ക്രിസ്ത്യാനികൾ, മലങ്കര ക്രിസ്ത്യാനികൾ, RC ക്രിസ്ത്യാനികൾ, എല്ലാവരുടെയും അവകാശമായി ഈ തെക്കൻ കേരളത്തിലെ ഈ പ്രബല സമുദായത്തിന്റെ കാണിക്ക പൈസ കൊണ്ടുണ്ടാക്കിയ സ്ഥാപനത്തിൽ പഠിക്കുവാനുള്ള തീരുമാനം ഒരു ഗവൺമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കോടതി വിധിയോടുകൂടി. ഇനി എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യത്തിൽ? എന്താണ് ഈ സെക്രട്ടറിയുടെ ഉദ്യമം എന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണ്, ഈ ജനതയ്ക്ക് വേണ്ടി എനിക്ക് നൽകുവാനുള്ള സംഭാവന അത് മാത്രമാണ്. അത് അധികാര വർഗത്തിലിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക, അധികാരവർഗത്തിന് ഈ ജനതയുടെ ശക്തി തെളിയിച്ചു കൊടുക്കുക. നമുക്ക് വേറൊന്നും വേണ്ട, പുതുതായിട്ട് നമുക്കൊന്നും വേണ്ട. നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ സംഭരണം നമ്മുടെ വകയിൽ നമുക്ക് കയറി ഉപയോഗിക്കാനുള്ള അവകാശം, അത് ഈ ജനാധിപത്യ സംസ്ഥാനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് തിരികെ നൽകണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് എടുത്ത് ചെയ്യണം. അതായത് രാഷ്ട്രീയ സമ്മർദ്ദവും നിയമപരമായ പോരാട്ടവും ആവശ്യമുള്ള വിഷയമാണ്. രണ്ടും ഞാൻ തുല്യമായിട്ട് ഞാൻ ചെയ്യും. ദക്ഷിണേന്ത്യ സഭ സമ്മർദ്ദത്തിലായിരുന്നപ്പോൾ അത് റിട്ടയർഡ് ജഡ്ജിമാർ ഏറ്റെടുത്തപ്പോൾ സുപ്രീം കോടതി വിധി വാങ്ങുവാൻ ഈ ദക്ഷിണ കേരള മഹായിടവയ്ക്ക് സാധിച്ചുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട സംവരണം തിരികെ എടുക്കുവാനുള്ള നീതിയുക്തത്തിലും നിയമയുക്തത്തിലും നമ്മൾ പങ്കാളികളായി, നമ്മൾ ഒറ്റക്കെട്ടായി, ഇലക്ഷനോടുകൂടി വിഷയങ്ങളെല്ലാം കഴിഞ്ഞു, ഒറ്റക്കെട്ടായി ഒരു ജനതയെ അത് പോരാടി എടുക്കുവാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഈ സമൂഹത്തിലെ അതായത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ സഭാംഗങ്ങളായിട്ടുള്ള വിശ്വാസികളുണ്ട്, അവരെ പ്രത്യേകമായി മേഖല തിരിച്ച് കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും അവരെ കൂടുതൽ മുഖ്യധാരയിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ സഭയ്ക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതിനെ പ്രത്യേകമായി അങ്ങയുടെ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഞാൻ പലതും നോക്കിയപ്പോൾ കണ്ടു. ഓരോ പ്രത്യേക പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചത് മുൻകാലങ്ങളിലും അങ്ങ് ഇതിന്റെ ചുമതല വഹിച്ചപ്പോൾ ചെയ്തതുകൊണ്ട് നല്ല അനുഭവ സമ്പത്ത് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പ്രത്യേകമായി കാണുന്നുണ്ടോ അതിനെ? കാരണം ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തന്നെയും നമ്മുടെ ദക്ഷിണേന്ത്യ സഭയിൽ 24 മഹായിടവകയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്ന പദം അലങ്കരിച്ചതിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയായി ആരും വന്നിട്ടില്ല. കാരണം ജനം അംഗീകരിക്കാത്ത സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ജനം തള്ളിക്കളയുകയാണ് പതിവ്. 25 സ്റ്റേറ്റിലും അങ്ങനെയാണ് സംഭവിച്ചത് ചരിത്രം പരിശോധിക്കുമ്പോൾ. പക്ഷെ അതിന് വിഭിന്നമായി ഏറ്റവും വലിയ മഹായിടവകയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളിടത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയായി എനിക്ക് എത്തുവാൻ സാധിച്ചത് നമ്മുടെ സപ്ത പദ്ധതികളാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു പെൺമക്കളും നമ്മുടെ വീടുകളിൽ ഇരുന്ന് പോകരുത് എന്നുള്ള മംഗല്യ പദ്ധതി, പണമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തമായി തലചായ്ക്കുവാൻ ഇടമില്ലാതിരിക്കുന്ന ഒരു ഭവനം പോലും ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിലെടുത്ത തണൽ പദ്ധതി, അതായത് സൗജന്യമായി ആദ്യമായി ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ തന്നെ ട്രസ്റ്റ്, എൻ്റെ ഉടമസ്ഥയിലുള്ള ട്രസ്റ്റിൽ നിന്ന് തന്നെ 13 വിധവകൾക്ക് സ്വന്തമായി ഭവനം പണിത് കൊടുക്കാൻ തണൽ പദ്ധതി വഴി. അതുപോലെ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയില്ലാതെ, പണമില്ലാത്തതിൻ്റെ പേരിൽ സാധ്യതയില്ലാതിരിക്കുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് പണം കൊടുത്തും അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ കൊടുത്തും അവരെ പരിചരിക്കുന്ന പദ്ധതിയാണ് നിറവ് പദ്ധതി. അങ്ങനെ സപ്ത പദ്ധതികൾ, ജീവൻ രക്ഷാ പദ്ധതി, ഇപ്പോൾ മിഷണറി പ്രവർത്തനവുമായി അന്യദേശത്ത് പോയിരിക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അവരെ സംരക്ഷിക്കുന്ന ജീവൻ രക്ഷാ പദ്ധതി. അങ്ങനെ പാലിയേറ്റീവ് കെയർ പദ്ധതി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന 4500 കുടുംബങ്ങളെയാണ് 9 ആംബുലൻസുകളിലായി ഡോക്ടർമാരും നേഴ്സുമാരുമായി ദിനം പ്രതി നമ്മൾ പരിചരണം നൽകുന്നത്. അങ്ങനെ ജനക്ഷേമ പദ്ധതികൾ, ദൈവഹിത പദ്ധതികൾ ചെയ്തുകൊണ്ടാണല്ലോ ജനം എന്നെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ സപ്ത പദ്ധതികളുമായി 100% നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഉറപ്പായി, അതായത് സാമൂഹിക ക്ഷേമ പദ്ധതികൾ, മിഷണറി പ്രവർത്തനം, സാമ്പത്തിക പുരോഗതി,
ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു സമൂഹത്തിനും ഒരു അർഹമായ പ്രാതിനിധ്യം എല്ലാ തലങ്ങളിലും ഉണ്ടാവുക. അതൊരു തെറ്റല്ലല്ലോ. ഒരു സമൂഹത്തിൻ്റെ അർഹമായ പ്രാതിനിധ്യം, ഇപ്പം ഞാൻ നോക്കുമ്പോൾ 1%, 2%, 3% ഒക്കെ ഉള്ള ആളുകൾക്കും അവർക്ക് അർഹമായതോ അതിൽ കൂടുതലോ അതിൽ ഇരട്ടിയോ പ്രാതിനിധ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ കണക്കുകൾ അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ ഇതിനെ വിശദമായി പരിശോധിക്കുകയായിരുന്നു. ഇത്രയും 9 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അംഗങ്ങളുള്ള ഒരു ഡയസിസ്, ഒരു മേഖല, അപ്പോൾ അവരുടെ ജനസംഖ്യാനുപാതികമായി നോക്കിയ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ വേണ്ടത്ര സമ്മർദ്ദമില്ലാതെ പോയത് കൊണ്ടാണോ? അത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ MP CSI കാരനായ ആളുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടാതെ പോകുന്നുണ്ടോ? അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയല്ലേ വേണ്ടത്? ഇല്ല, ഇപ്പോൾ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, അവർ ചിന്തിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ദക്ഷിണ കേരള മഹായിടവ CSIയിൽ തമ്മിൽ ഭിന്നിച്ച് അവർ വേറെ ഗുണമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ആ ചിന്ത മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം ജനം 10-11 മണ്ഡലങ്ങളിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയാണ് ഈ സഭ. ഈ സഭയുടെ സാധാരണ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് അവരെ ബോധവൽക്കരിക്കുവാനുമുള്ള, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിയായിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. കാരണം ഇപ്പോൾ എൻ്റെ വിജയം തന്നെ നിങ്ങൾ നോക്കൂ, ആധികാരിക വിജയമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആധികാരിക വിജയം എത്തുവാൻ കാരണം സാധാരണ ജനങ്ങളാണ്. ഓരോ സഭയുടെയും ഇൻവോൾവ്മെന്റ് ഈ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം ഇപ്പോൾ നമ്മുടെ സാധാരണ കുടുംബങ്ങളിലുണ്ട്. ആ കുടുംബങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കും. നമ്മുടെ ജനതയ്ക്ക് നമ്മൾ പുതുതായി ഒന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ജനതയ്ക്ക് ഉണ്ടായിരുന്നത് പോലും എടുത്തു മാറ്റപ്പെട്ടു. ഇപ്പോൾ 1956-50കളിൽ നിങ്ങൾ പരിശോധിച്ചാൽ 3 സീറ്റുകൾ SIUC വിഭാഗത്തിനുണ്ടായിരുന്നു. വിളവങ്കോട് 1, വിളവങ്കോട് 2, നെയ്യാറ്റിൻകര 3 SIUC റിസർവേഷൻ സീറ്റുകളായിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ. പിന്നത്തേതിൽ ഈ ജനം ഭിന്നിച്ചു എന്ന് കരുതി, ഇവരെ വകവയ്ക്കേണ്ടതില്ല എന്ന് കരുതി നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താ വിഭജനമില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ വിഭജനമില്ലേ? BJPയിൽ വിഭജനമില്ലേ? ആ വിഭജനങ്ങളെല്ലാം മറച്ചു വെച്ച് ഈ ജനതയിൽ വിഭജനമുണ്ട് എന്ന് ധരിക്കുന്നത് തെറ്റാണ്. ആവശ്യം വരുമ്പോൾ ഈ ജനത ഒറ്റക്കെട്ടാണെന്നുള്ള യാഥാർത്ഥ്യം വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. അതായത് വോട്ട് ബാങ്കായിട്ട് ചുമ്മാ അങ്ങനെ കണ്ട് തള്ളിക്കളയേണ്ടതില്ല. രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നത് ഉറപ്പായും കിട്ടണം. അതിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ ബോധ്യപ്പെടുക തന്നെ വേണം. രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും ബോധ്യപ്പെടണം. ഈ ജനത്തെ അംഗീകരിക്കണം, ഈ ജനത്തെ മാനിക്കണം. അങ്ങനെ ഒരു ദിവസം വിദൂരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായും അതിനുള്ള രാഷ്ട്രീയ ശക്തിയും രാഷ്ട്രീയ ശക്തി നമുക്കുണ്ട്. അതിനുള്ള സംഘാടന മികവുള്ളവർ ഇതിലുണ്ട്. അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ആർജവവും എനിക്കുണ്ട്. അതിനെ ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയാൽ, ഇപ്പൊ അങ്ങ് വളരെ സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു ഉന്നതമായ പദവിയിലേക്ക് എത്തണം. അപ്പോൾ ഒരു ചെറിയ യാത്രയായിരിക്കില്ല. സംരംഭകനായിട്ടാണെങ്കിലും സഭാപ്രവർത്തകനായിട്ടാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന പദവികളൊക്കെ ആണെങ്കിലും ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ജേർണി ആയിരിക്കില്ലല്ലോ. അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പദവിയിൽ, കാരണം ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കേട്ടിട്ടാണ് അങ്ങ് ഈ പദവിയിൽ വന്നിരിക്കുന്നത്, അതിനെയൊക്കെ ജനവിധി കൊണ്ട് മറികടന്നിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? എത്ര എനിക്കിത് ഇന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു 2020 ഒരിക്കൽ ഞാൻ തെളിയിച്ചതാണ്. എനിക്ക് ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്റർ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്ക് നൽകിയിരുന്നു. അന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ധർമ്മരാജ് റസാലൻ തിരുമേനിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ എല്ലാം അദ്ദേഹം ഒരിക്കലും ജയിക്കത്തില്ല എന്നുള്ള വിമർശനങ്ങളും, അദ്ദേഹം അറിയാത്ത പല വിമർശനങ്ങളും, ആക്ഷേപങ്ങളും, കുറ്റാരോപണങ്ങളും, അപവാദ പ്രചരണങ്ങളും എല്ലാം ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇടമുള്ളവനെ ദൈവവും കരുതും, ജനവും കരുതും. അതിനുള്ള തെളിവായിരുന്നു 3-2 ഭൂരിപക്ഷത്തിലാണ് അന്ന് ധർമ്മരാജ റസാലൻ തിരുമേനിയെ ദക്ഷിണേന്ത്യ സഭയിൽ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ മത്സരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രവീൺ തോക്കും, പ്രവീണിന് ഒരു രക്ഷയില്ല, ഭയങ്കര മാർജിനിൽ പ്രവീൺ തോറ്റു. പക്ഷെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ആരെയാണ്? സാധാരണ അമ്മമാര്, സാധാരണ സഹോദരന്മാര്, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛന്മാര്. അവരെന്നെ ചേർത്തണച്ചു, കരുതി. അതിനുള്ള കാരണം എന്താണ്? അവർക്കൊരു ആവശ്യം വന്നാൽ അവർക്കിന്നൊരു നാഥനുണ്ട്, ഈ ജനതയ്ക്കൊരു നാഥനുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനുള്ള ഒരു ആർജവം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം വളരെ ശുഷ്കാന്തിയോടെ ചെയ്യുന്നിടത്തോളം ജനം എന്നോടൊപ്പം കാണും.
അത് നീതിയുക്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും.